പറഞ്ഞ വാക്ക് പാലിക്കുന്ന സർക്കാരാണ് ഇടത് സർക്കാരെന്ന് ജനത്തിന് ബോധ്യമായതിന്റെ സാക്ഷ്യമാണ് 10 വർഷമായുള്ള LDF ഭരണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുന്നംകുളത്ത് താലൂക്ക് ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നാട് പകച്ചു നിന്നപ്പോൾ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും എത്തിക്കുക മാത്രമല്ല, നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുവാനാണ് ഇടത് സർക്കാർ ശ്രമിച്ചത്. ചിലർ പലതിനും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു. അതൊന്നും നോക്കാതെ ആ ജനതയ്ക്കൊപ്പം നിന്ന സർക്കാരും പിന്തുണ നൽകിയ ആഗോള മലയാളി സമൂഹവും നാടിന്റെ നന്മയാണ് കാണിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. കുന്നംകുളത്ത് സമാനതകളില്ലാത്ത വികസനമാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നതെന്നും AC മൊയ്തീൻ ആദ്യ 5 വർഷം മന്ത്രിയായതിന്റെയും പിന്നീടുള്ള കാലം മന്ത്രിയാകാതിരുന്നതിന്റെയും നേട്ടം നാടിനുണ്ടായതായും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ MLA-മാർക്കും മന്ത്രിമാർക്കുമൊക്കെ എല്ലാ വർഷവും 20% തുക മാറ്റിവെച്ചുകൊണ്ട് അനുവദിക്കുന്ന സംഖ്യയിൽ നിർബന്ധപൂർവം അത് കുന്നംകുളത്തൊരു താലൂക്ക് ഓഫീസ് ഉണ്ടാക്കാനാകണം എന്ന നിർബന്ധ ബുദ്ധിയോടെ പ്രിയപ്പെട്ട MLA ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിൽ തനിക്ക് ലഭിക്കാമായിരുന്ന 22 കോടി രൂപയും ഈ താലൂക്ക് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നീക്കിവെച്ച നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏറ്റവും കൃത്യതയോടുകൂടി ഇടപെട്ട് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് അതിന്റെ ഇച്ഛാശക്തിയോടെ എങ്ങനെ ഒന്ന് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് കുന്നംകുളത്തെ താലൂക്ക് ഓഫീസ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. MLA AC മൊയ്തീൻ അധ്യക്ഷനായി. കെ രാധാകൃഷ്ണൻ MP, കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ധർമ്മൻ, MP സജീബ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ബിന്ദു ഗിരീഷ്, സിനി പ്രസാദ്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MV പ്രശാന്തൻ, മീന സാജൻ, സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളത്തിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരം ഏകദേശം 25 കോടി രൂപ ചെലവിലാണ് യാഥാർത്ഥ്യമാക്കിയത്. AC മൊയ്തീൻ MLA-യുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് 2 ഘട്ടങ്ങളിലായാണ് പദ്ധതിക്കായി ഭരണാനുമതി ലഭ്യമാക്കിയത്. 4 നിലകളിലായി 5338 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് കെട്ടിടം. ഭിന്നശേഷി, സ്ത്രീ സൗഹൃദമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റുകൾ, റാമ്പ്, ഫീഡിംഗ് റൂം, ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റുകൾ എന്നിവയുണ്ട്. താലൂക്ക് ഓഫീസിനു പുറമെ സിവിൽ സപ്ലൈസ്, ലേബർ ഓഫീസ്, GST, ഫുഡ് സേഫ്റ്റി, ഇറിഗേഷൻ തുടങ്ങിയ 9ഓളം വകുപ്പുകൾ ഇവിടെ പ്രവർത്തിക്കും.